അഭിവാദ്യങ്ങൾ കാലിക്കറ്റ് വാസിറ്റിയുടെ പുതുതാരങ്ങൾക്ക് അഭിവാദ്യങ്ങൾ UDSF സിന്ദാബാദ് കാലിക്കറ്റ് വാസിറ്റിയുടെ നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൻ സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 9084 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSU MSF സഖ്യത്തിന് ചരിത്ര വിജയം. സർവകലാശാല യൂണിയനിൽ മുഴുവൻ ജനറൽ സീറ്റുകളിലും KSU MSF മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു. 8 വർഷത്തിനു ശേഷമാണ് സർവകലാശാല യൂണിയൻ UDSF മുന്നണി പിടിച്ചെടുക്കുന്നത്. UDF സംസ്ഥാനത്ത് പ്രതിപക്ഷത്തായിരിക്കെ UDSF സഖ്യം കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാണെന്ന് നേതാക്കൾ അവകാശപ്പെട്ടു. UDSF സഖ്യത്തിൽ ചെയർപേഴ്സൺ, ജോയിന്റ് സെക്രട്ടറി പദവികളിൽ KSU പ്രതിനിധികളാണ് ജയിച്ചത്. ജനറൽ സെക്രട്ടറി, 2 വൈസ് ചെയർപേഴ്സൺ, 2 ജില്ലാ പ്രതിനിധി സ്ഥാനങ്ങൾ MSFും വിജയിച്ചു. മലപ്പുറത്തും കോഴിക്കോടുമാണ് MSF ജയിച്ചത്. 3 സീറ്റുകളാണ് SFI നേടിയത്. തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് വിജയിച്ചത്. അതേസമയം റീകൗണ്ടിൽ 3 വോട്ടുകൾക്കാണ് പാലക്കാട് സീറ്റ് UDSFന് നഷ്ടമായത്. കാലിക്കറ്റ് വാസിറ്റിയുടെ പുതുതാരങ്ങൾക്ക് അഭിവാദ്യങ്ങൾ UDSF ചെയർപേഴ്സണായി നിതിൻ ഫാത്തിമ PAയും ജനറൽ സെക്രട്ടറിയായി മുഹമ്മദ് സഫ്വാനെയും തെരഞ്ഞെടുത്തു. PK അർഷാദാണ് വൈസ് ചെയർമാൻ. ഷബ്ന KTയെ വൈസ് ചെയർപേഴ്സണായും അശ്വനാഥ് KPയെ ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. T ജാഫർ, PK മുബഷിർ, സിജോ ജോർജ്, S അഭിനന്ദ, PR സായുജ് എന്നിവരെ ജില്ലാ നിർവാഹക സമിതി പ്രതിനിധികളായും തെരഞ്ഞെടുത്തു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ട് MSFന്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ തവണ ഏതാനും കുറഞ്ഞ സീറ്റുകൾക്കാണ് UDSFന് ഭരണം നഷ്ടപ്പെട്ടിരുന്നത്. ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട സഫ്വാൻ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് വൻ പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. ഭരണം പിടിച്ചെടുക്കാൻ PK നവാസിന്റെ നേതൃത്വത്തിൽ MSF കൃത്യമായ ആസൂത്രണം നടത്തിയിരുന്നു. യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ MSFന് 240ഓളം UUCമാരും KSUവിന് 50ഓളം UUCമാരുമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ MSFനെ KSU ചതിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അടിയൊഴുക്കുകൾ ഇല്ലാതിരിക്കാനായി ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ മേൽനോട്ടം വഹിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, തേഞ്ഞിപ്പാലം.